ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഹൈദരാബാദി ഗ്രീൻ ചിക്കനും പിന്നെ നമ്മുടെ നെയ്പത്തലുമാണ്. അതായത് നെയ്പത്തിരി എന്നൊക്കെ പറയും, നമ്മുടെ മലബാർ സ്റ്റൈലിലുള്ള നെയ്പത്തൽ. അപ്പോൾ ആദ്യം നമുക്ക് ഗ്രീൻ ചിക്കൻ സ്റ്റാർട്ടാക്കാം. ആദ്യം തന്നെ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയ ചിക്കനെ നമുക്ക് ബൗളിലേക്ക് ആഡ് ചെയ്യാം. ഇതിലേക്ക് ഞാൻ എടുത്ത സ്പൈസസ് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത്രയാണ് ഞാൻ ആഡാക്കിയത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് എടുക്കാം. അതായത് കുറച്ച് ബദാമും പിസ്തയും അണ്ടിപ്പരിപ്പും ഒന്ന് വറുത്തെടുക്കാം. ഇവയെല്ലാം നല്ലപോലെ വറുത്ത ശേഷം നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളിയും കൂട്ടി മിക്സിയിലിട്ട് നന്നായി അരയ്ക്കാം. ഈ അരപ്പാണ് നമുക്ക് ചിക്കൻ്റെ കൂട്ടിലേക്ക് ആഡ് ചെയ്യേണ്ടത്. പിന്നെ ഈ അരപ്പ് തയ്യാറാക്കിയത് ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ടാട്ടോ. ആ വീഡിയോ ഞാൻ എടുക്കാൻ മറന്നുപോയി. അതുപോലെ തന്നെ നമ്മുടെ ഗ്രേവിക്ക് പച്ച കളർ കൊടുക്കുന്ന മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് ഇവ. അതായത് മുളകും മല്ലിച്ചപ്പും പുതിനയിലയും. പച്ചമുളക് പിന്നെ നമുക്ക് എരിവിനും കൂടിയാണ്. ഇവയും നമുക്കൊന്ന് അരച്ചു വരാം. നമ്മൾ ലാസ്റ്റായിട്ട് ആഡ് ചെയ്തത് ആ ബദാമും അണ്ടിപ്പരിപ്പും പിസ്തയും പിന്നെ ഉള്ളിയും കൂടി അരച്ച ആ മിക്സാണ്. ഇനി നമുക്ക് ഈ പച്ച കളർ കൊടുക്കുന്ന മിക്സ് ചിക്കനിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നല്ലപോലെ മിക്സാക്കി എടുക്കാം. റെസ്റ്റോറൻറ്റ്സിലൊക്കെ കളർ കൂടാൻ വേണ്ടിയിട്ട് അവർ ഫുഡ് കളർ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫുഡ് കളർ അത്ര നല്ലതല്ല ആരോഗ്യത്തിന്. നമ്മളിപ്പോൾ ഫുഡ് കളറൊന്നും ആഡ് ചെയ്യുന്നില്ല. ഞാൻ ഇതിലേക്ക് ഏകദേശം 1 ടേബിൾ സ്പൂൺ തൈരാണ് ആഡ് ചെയ്യുന്നത്. പിന്നെ നിങ്ങളെടുക്കുന്ന ചിക്കൻ അനുസരിച്ച് തൈരിൻ്റെയും ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിലൊക്കെ അളവ് മാറ്റം വരും കേട്ടോ. പിന്നെ ആഡ് ചെയ്തത് കുറച്ച് ചെറുനാരങ്ങ നീരാണ്. ചെറുനാരങ്ങ ആഡ് ചെയ്യുന്ന ടൈമിൽ ഞാനിങ്ങനെ കൈ വെക്കലുണ്ട്. അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ കുരുവൊക്കെ കൈ തന്നെ വീണുള്ളൂ. ഇനി ഇവയെല്ലാം മിക്സാക്കിയ ശേഷം മിനിമം ഒരു 2 മണിക്കൂറെങ്കിലും നല്ലപോലെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. നമുക്ക് വേണമെങ്കിൽ ഓവർനൈറ്റ് വെക്കാം കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. എത്രത്തോളം ടൈം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നോ അത്രത്തോളം ടേസ്റ്റ് കൂടുകയുള്ളൂ. ആ ഗ്രേവി എല്ലാം ചിക്കനിലേക്ക് നല്ലപോലെ മിക്സായിട്ട് അതിൻ്റെ ടേസ്റ്റ് അങ്ങനെ കൂടിക്കോളും. ഇനി നമുക്ക് ഈ റെസ്റ്റ് ചെയ്യാൻ വെച്ച ടൈമിൽ നമുക്ക് നെയ്പത്തൽ റെഡിയാക്കി എടുക്കാം. നെയ്പത്തൽ സാധാരണ പച്ചരി കൊണ്ടാണ് റെഡിയാക്കി എടുക്കൽ. ഞാനിന്നിവിടെ സാധാ മൂടരി കൊണ്ടാണ് റെഡിയാക്കി എടുക്കുന്നത്. സാധാ പച്ചവെള്ളത്തിൽ നമുക്ക് കുതിർക്കാൻ വെക്കാം. അതുപോലെ തന്നെ നമ്മൾ തിളച്ച വെള്ളത്തിൽ കുതിർത്തെടുക്കാം. ഞാനിത് ഒരു 4 മണിക്കൂർ മുന്നേ 1 കപ്പ് അരിയിൽ തിളച്ച വെള്ളം മിക്സാക്കിയതാണ്.
രാത്രി മിക്സ് ആക്കുകയാണെങ്കിൽ നമുക്ക് തിളച്ച വെള്ളം ആഡ് ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് നല്ല പോലെ കുതിർന്ന് കിട്ടും. അരി അരയ്ക്കുന്ന ടൈമിൽ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുന്നത് കുറച്ച് കഷ്ണങ്ങളാക്കിയ വലിയ ഉള്ളിയും പിന്നെ വലിയ ജീരകവും, അതായത് പെരുംജീരകവും, പിന്നെ ആവശ്യത്തിന് ഉപ്പുമാണ്. വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ, ഈ വെള്ളം തന്നെയാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. അധികം അരയ്ക്കേണ്ട, നെയ്പത്തലിന് അധികം അരച്ചാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അങ്ങനെ ഇത് 2 വട്ടമായിട്ടാണ് അരച്ചെടുത്തത്. ഇത് കണ്ടില്ലേ, അധികം അരഞ്ഞിട്ടില്ല. ഇനി നമുക്ക് ആവശ്യത്തിന് അരിപ്പൊടിയും ചേർത്ത് ഇത് നമുക്ക് ഒരു ഉരുള ആക്കാൻ കഴിയുന്ന പരുവത്തിൽ കുഴച്ചെടുക്കാം. അതുപോലെ തന്നെ അരിപ്പൊടിക്ക് പകരം ഒറോട്ടിക്ക് വേണ്ടി ഉണ്ടാക്കുന്ന അരിപ്പൊടി ഉണ്ട്, അത് മിക്സ് ചെയ്താൽ ഒന്നുകൂടെ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. അരിപ്പൊടി ചേർക്കുന്നതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ, എപ്പോഴാണോ നമുക്ക് ഉരുളാക്കാൻ കഴിയുന്നത് അത്രയും അരിപ്പൊടി ആഡ് ചെയ്യാം. ഇനി നമുക്കിത് നല്ലപോലെ ഉരുളാക്കിയിട്ട് മെല്ലെ കൈയിൻ്റെ ഉള്ളം കൈ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് റൗണ്ട് ഷേപ്പാക്കി എടുക്കാം. ഇനി നമുക്ക് ഷീറ്റിലും കയ്യിലൊക്കെ നല്ലപോലെ എണ്ണ തടവിയിട്ട് പരത്തിയെടുക്കാം. സാധാരണ വാഴയിലയിലാണ് കേട്ടോ പരത്തിയെടുക്കൽ. എൻ്റെ കയ്യിൽ വാഴയില ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പ്ലാസ്റ്റിക് ഷീറ്റ് എടുത്തത്. വാഴയിലയിൽ പരത്തിയെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഞാൻ ഒരുപാട് തിന്നാക്കി പരത്തിയിട്ടില്ല, കുറച്ചൊക്കെ കട്ടിയിലാണ് പരത്തിയത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ലപോലെ തിന്നാക്കി പരത്താം കേട്ടോ. പിന്നെ നല്ല തിളച്ച് മറിയുന്ന എണ്ണയിലേക്ക് നമുക്കിത് ആഡ് ചെയ്യാം. അത്യാവശ്യം നല്ലപോലെ തന്നെ എണ്ണ ആഡ് ചെയ്യണം കേട്ടോ, എങ്കിൽ മാത്രമേ നെയ്പത്തൽ നല്ലപോലെ പൊങ്ങി കിട്ടുള്ളൂ. ഞാനിപ്പോൾ എല്ലാത്തിനും ഒലിവ് ഓയിലാണ് എടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഓയിൽ യൂസ് ആക്കാം കേട്ടോ. ഇതുപോലെ നല്ലപോലെ ഇങ്ങനെ പൊങ്ങി വരും ഓരോ നെയ്പത്തലും. എന്നിട്ട് നമുക്കിത് ഒരു ഭാഗം ബ്രൗൺ കളർ ആകുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം. പിന്നെ അവിടെയും ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് കോരിയെടുക്കാം. ഒരുപാട് ബ്രൗൺ കളർ ആണെന്നൊന്നും നിർബന്ധമില്ല കേട്ടോ. ഏകദേശം ഒരു ബ്രൗൺ കളറായി തോന്നുമ്പോൾ നമുക്കൊന്ന് മറിച്ചിടാം. ഞാൻ ഒരുപാട് ബ്രൗൺ കളർ ആക്കുന്നില്ല, നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമെങ്കിൽ അങ്ങനെ ആക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ നെയ്പത്തൽ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോക്കറ്റ് പോലെ കിട്ടണം, ഒട്ടി നിൽക്കരുത്. ഇതുപോലെ ഇത് പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ നെയ്പത്തൽ റെഡിയായി കഴിഞ്ഞല്ലോ. ഇനി നമുക്ക് നമ്മുടെ ഗ്രീൻ ചിക്കൻ സ്റ്റാർട്ട് ചെയ്യാമല്ലോ. ഏകദേശം ടൈം ആയിട്ടുണ്ട്. ഞാനൊരു 3 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ മറന്നുപോയി ഓയിൽ ഒഴിച്ച ശേഷം സ്പൈസസ് ആഡ് ചെയ്യുന്നത്, അതുകൊണ്ട് ഞാൻ മേലെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് ചൂടായ ശേഷം നമുക്ക് ഗ്രാമ്പൂവും പെരുംജീരകവും ഏലക്കായും പിന്നെ കറാമ്പട്ടയും ആഡ് ചെയ്യും, അതായത് സിനമൺ സ്റ്റിക്ക്. എല്ലാം കുറേശ്ശേ ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ. പിന്നെ ഒന്ന് വഴറ്റിയ ശേഷം നമുക്ക് നമ്മുടെ ഗ്രീൻ ചിക്കൻ ഗ്രേവി ഇതിലേക്ക് മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇളക്കിയിട്ട് ലോ ഫ്ലെയിം ടു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്ക് നമുക്ക് അടപ്പൊന്ന് ഓപ്പൺ ആക്കിയിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഏകദേശം ഞാനിതൊരു 15 മിനിറ്റാണ് വേവിച്ചെടുത്തത്. അങ്ങനെ നമ്മുടെ ഗ്രീൻ ചിക്കൻ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മല്ലിയില ആഡ് ചെയ്ത് തീ ഓഫ് ചെയ്യാം. നല്ല പച്ച കളറുള്ള ഹൈദരാബാദി ഗ്രീൻ ചിക്കനാണിത്. ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മല്ലിയില തന്നെയാണ് എടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഗാർണിഷ് ചെയ്യാമല്ലോ. നെയ്പത്തലും ഗ്രീൻ ചിക്കനും അടിപൊളി കോംബോ ആണ്, നല്ല അടിപൊളി കോംബോ ആണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം, അത്രയ്ക്കും അടിപൊളി ടേസ്റ്റാണ്, ഒന്നും പറയാനില്ല.
അപ്പോൾ ഞാൻ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരേക്കും ബൈ. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ നമ്മുടെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോഴേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ.